എല്ലാവരും കാത്തിരുന്ന സൂക്ഷ്മദർശിനി റിലീസായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സിനിമ കണ്ടിറങ്ങുന്നവരോട് ചോദിക്കാം, സൂക്ഷ്മദർശിനി ഹിറ്റായോ, എങ്ങനെയുണ്ട്? നസ്രിയ ബേസിൽ കോംബോ അടുത്ത ഹിറ്റ് കോംബോ ആണോ എന്നുള്ളത്. ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സസ്പെൻസ് ഫിലിം തിയേറ്ററിൽ കത്തുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ട് സംഭവിക്കുന്നതാണ്. ദൃശ്യത്തിന് ശേഷം, വെറുതെ ഭംഗിക്ക് പറയല്ല, ദൃശ്യത്തിന് ശേഷം കത്തിക്കയറാൻ പോകുന്ന ഒരു ഐറ്റമാണ്. തിയേറ്റർ വാച്ചുകൾ ഐറ്റം തന്നെയാണ്. പടത്തിൽ എന്തൊക്കെ വേണോ, സസ്പെൻസ് ത്രില്ലർ വേണം, അതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ ബേസിലെ നസ്രിയ നമ്മളിത് കണ്ടേക്കുന്ന ഒരു ലെവലിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഐറ്റംസ് എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ മൂവി. കോമ്പോഡി ഒന്നല്ല, ഇത് വേറൊരു ഐറ്റം സാധനമാണ്. അത് തിയേറ്റർ വാച്ചുകളാണ്. എവരി ഏരിയയിൽ അവർ പിടിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ കാണാനുള്ള ഐറ്റം ഉണ്ട്. ആ രീതിയിലാണ് അവിടെ മേക്ക് ചെയ്തേക്കുന്നത്. ഓറക്കൊള്ളാം. അവസാനം വരെയൊക്കെ നമുക്ക് എന്താ പരിപാടി എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നല്ലോ. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. നസ്രിയയുടെയും ബേസിലിൻ്റെയൊക്കെ കിടിലൻ കോംബോ ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല പടം എല്ലാവരും കാണണം. ഫസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം. അടിപൊളി പടം. നിങ്ങളൊക്കെ കണ്ട സിനിമ ഇത് ഒരേ ആൾക്കാർ തന്നെയാണോ വീണ്ടും വന്നുകൊണ്ടിരിക്കണേ? സിനിമ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ബേസിലെ നസ്രിയയുടെ കോംബോ നല്ലോണം വർക്കായിട്ടുണ്ട്. നല്ലൊരു ഫാമിലി എൻ്റർടൈനറും ആസ് വെൽ ആസ് നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്ന സിനിമ തന്നെയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണണം സൂക്ഷ്മദർശിനി തിയേറ്റേഴ്സ്. താങ്ക് യു. സിനിമ എന്താ പറയുക, ഗംഭീര ഒരു മേക്കിംഗ് ആണ് ഈ സിനിമയുടെ. നമ്മുടെ ഒരു മലയാള സിനിമ കാണുന്ന ഒരു ഫീലേ അല്ല തന്നത്. ഏത് ലാംഗ്വേജിലുള്ളവർക്കും നമുക്കിത് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കാണിക്കാവുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ്. ഒരു ഹോളിവുഡ് സിനിമയൊക്കെ കണ്ട ആ ഒരു ലെവലിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്രിസ്റ്റോ സേവിയർ കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. അത് ക്ലൈമാക്സ് സീനുള്ള അവസാനത്തെ 10-15 മിനിറ്റ് ശരിക്ക് ആ ഒരു ഹൃദയമിടിപ്പ് കൂട്ടുന്ന രീതിയിൽ, ആ ടെൻഷൻ കൂട്ടുന്ന രീതിയിൽ അതിഗംഭീരമായിട്ട് ആ മേക്കിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ ഇതിൻ്റെ ഒരു ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചാണ്. ഫാമിലി കോമഡി അതിൽ നിന്ന് മാറിയിട്ട് ഇതിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള കഥാപാത്രം അതിഗംഭീരമായിട്ട് ബേസിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നസ്രിയയുടെ കംബാക്ക്. നസ്രിയ വല്ലപ്പോഴും സിനിമ ചെയ്യുന്നുള്ളൂ, പക്ഷേ എന്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തു അങ്ങനെയുള്ള അതിശക്തമായൊരു റോളാണ് നസ്രിയയും ചെയ്തിരിക്കുന്നത്. അത് അഭിനയിച്ച എല്ലാവരും ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും എക്സ്ട്രാ ഉണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു മസ്റ്റ് വാച്ച്, വേറിട്ട ഒരു മലയാള സിനിമ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് കാണേണ്ട സിനിമയാണ് സൂക്ഷ്മദർശിനി. മസ്റ്റ് വാച്ചാണ്. ടീം ആയതുകൊണ്ട് പറയാൻ പറ്റും, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. ഓഡിയൻസ് ആയിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ആരുടെ പെർഫോമൻസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ചൂസ് ചെയ്യാൻ പറ്റില്ല, എല്ലാവരും മനസ്സിലായിരുന്നു. നസ്രിയ ബേസിൽ കോംബോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹോപ്പ്ഫുള്ളി ദേ ഡു മോർ ഫിലിംസ് ടുഗദർ. സോ കിടിലം പടം, എല്ലാവർക്കും ഇഷ്ടവും. നമ്മൾ ത്രില്ലർ മൂവിയാണ്. പിന്നെന്താ പറയുക, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റുകളാണ്. എല്ലാവർക്കും ഇഷ്ടം. കിടിലം. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ആരുടെ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു? എല്ലാവരെയും ത്രില്ലിംഗ് ആണോ? കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാനതിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ പറയുന്നത് ശരിയല്ല. സന്തോഷം, വെരി ഹാപ്പി. ഇത്രയും വലിയ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. MC, ഷൈജുക്ക, സമീർക്ക, ബേസിൽ, നസ്രിയ, എല്ലാവരും പെർഫോമൻസ് നന്നായിരുന്നു. ഡയറക്ഷൻ വാസ് അമേസിങ്. നമ്മുടെ ഇന്റർവ്യൂവിൽ കണ്ട പോലെ തന്നെ നസ്രിയയുടെ ബേസിലെ പെർഫോമൻസ് തകർത്തോ? പിന്നെ അത് ചോദ്യമില്ലല്ലോ. അവര് അടിപൊളി. സന്തോഷം. താങ്ക് യു സോ മച്ച്. നല്ല മൂവിയാണ്, അടിപൊളി മൂവിയാണ്. ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ്. ആസ് ട്രെയിലർ കാണുന്ന പോലെ തന്നെ ഫുൾ സസ്പെൻസ് ആണ്. ലാസ്റ്റത്തെ വരെ ഒരു 10-15 മിനിറ്റ്സ് വരെ സസ്പെൻസ് കീപ്പ് ചെയ്ത് അപ് ടു ദ എക്സ്പെക്റ്റേഷൻ നന്നായിട്ട്. അവരുടെ കോമ്പിനേഷൻ അടിപൊളിയാണ്. നസ്രിയയുടെ തിരിച്ചുവരവ് ഡെഫിനറ്റ്ലി, കാരണം രണ്ടുപേരും ഈക്വലി ഹ്യൂമറും എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് ആക്ടേഴ്സാണ്. ആൻഡ് അവരുടെ ഓൺ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമായിട്ട് ഇറ്റ് ഹാസ് വർക്ക് മാജിക്. മ്യൂസിക് അടിപൊളിയാണ്, നല്ല BGM, നല്ല സ്കോറിങ്, നല്ലതാണ്. എല്ലാം ടോട്ടലി 100% ഫാമിലി എൻ്റർടൈനർ. നന്നായിട്ടുണ്ട്. അടിപൊളി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നിങ്ങൾ കണ്ടോ സിനിമ? ഐ തിങ്ക് ഇറ്റ് വർക്ക്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഈ ഫിലിമിൽ അഭിനയിച്ചു, അതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല. ബട്ട് വർക്കിംഗ് എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എനിക്ക് ഹാപ്പി ആസിൻ്റെ പ്രൊഡക്ഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഫസ്റ്റ് മലയാളം ഫിലിമാണ്. താങ്ക് യു സോ മച്ച്.